പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ എല്ലാ ബറ്റാലിയന്റെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഷോർട്ട് ലിസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റുകളുടെ കട്ട് ഓഫ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിൽ കയറാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിൽ കയറാനായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഷോർട്ട് ലിസ്റ്റിന്റെ ഈ ഒരു കട്ട് ഓഫിന്റെ വ്യത്യാസം നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 537/2022 എന്നാണ്. ഇത്തവണത്തെ കാറ്റഗറി നമ്പർ വരുന്നത് 593/2023 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കട്ട് ഓഫിന്റെ അനലൈസിസിലേക്ക് തന്നെ പോവാം. ആദ്യം നമുക്ക് KAP1ന്റെ കേസ് നോക്കാം കേട്ടോ. അപ്പൊ KAP1 ഇത്തവണ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 45.67 മാർക്കാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 44 മാർക്കാണ് KAP1ന്റെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ KAP2ന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45.67 മാർക്കും ഇത്തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.33 എന്ന് പറയുന്നതാണ് ഇത്തവണത്തെ കട്ട് ഓഫ്. ഓക്കെ, KAP3ന്റെ കേസ് നോക്കാം. KAP3യിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46 മാർക്കും ഇത്തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45.33 ആണ്. ഓക്കെ, 45.33 ആണ് ഇത്തവണത്തെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, KAP4ന്റെ കേസ് നോക്കാം. KAP4ലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 മാർക്കും ഇത്തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.33 ആണ് ഇത്തവണത്തെ KAP4ന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം എല്ലാത്തിനും ഒരു 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ആ ഒരു റേഞ്ചിലെ വ്യത്യാസം വരുന്നുണ്ട്. ചിലതിനൊക്കെ അത് 6-7 മാർക്കോളം പോകുന്നുണ്ട് അല്ലെ. KAP5ന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 39.33 ആണ്. KAP5 കഴിഞ്ഞ വർഷം 39.33 ആണ്. എന്നാൽ ഇത്തവണ അത് 42 മാർക്കായിട്ട് മാറി. KAP5ന്റെ കേസാണ്. കഴിഞ്ഞ പ്രാവശ്യം 39.33 ഇത്തവണ അത് 42 KAP5. എന്നാൽ SAP തിരുവനന്തപുരത്തിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45.67 മാർക്കും ഇത്തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 51 മാർക്കുമാണ്. അതുപോലെ തന്നെ MSP അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മാർക്കിന്റെ ഡിഫറൻസേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 50 മാർക്ക്, ഇത്തവണ അത് 51 മാർക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ നിലവിലത്തെ കേരളത്തിലെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ബറ്റാലിയൻസിന്റെ ഈ ഒരു വ്യത്യാസം, മാർക്കിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നിലവില് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് KAP2-നാണ് കേട്ടോ. KAP2ന്റെ ഇത്തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.33 ആണ്. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് KAP5-നാണ്. KAP5ന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 42 മാർക്കാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ നമുക്കിനി നിലവിൽ വരാനുള്ളത് നമ്മുടെ WCPO ആണ്. വിമൻ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ WPO അല്ലെങ്കിൽ WCPO നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിലും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 60-61 മാർക്ക് എന്തോ ആയിരുന്നു. അപ്പൊ ഇത്തവണ ഈ ഒരു ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു 65-നകത്തൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നിന്റെ ഈ ഒരു പറയുന്ന മാർക്ക് നിലനിൽക്കും. ഈ പറയുന്ന 60 അല്ലെങ്കിൽ 61, 62 എന്തായാലും 60-65-നകത്ത് തന്നെ ആയിരിക്കും ഈ പറയുന്ന WCPOയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് WCPOയുടെ കട്ട് ഓഫ് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഈ പറയുന്ന എക്സാമിലോട്ട് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ WCPO പരീക്ഷ എഴുതിയവർ നിങ്ങളുടെ മാർക്ക് കൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു ഡിഫറൻസ് ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്ത വർഷം നമ്മുടെ 2025 നമ്മുടെ ഫോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിവിൽ പോലീസ് ഓഫീസർ, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതിന്റെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ്, അതിന്റെയൊക്കെ മോഡൽ എക്സാംസ്, ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണ് ഫോഴ്സ് 2025. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക.
ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9911696272. അപ്പോൾ ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സ്ആപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പിൽ എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 2025 ഫോഴ്സ് എക്സാംസ് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു PDF, നമ്മുടെ ഈ പറയുന്ന മാർക്കിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുള്ള PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക? KFPSC എന്ന് പറഞ്ഞാൽ നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പോൾ KFPSC എന്ന് എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ജോയിൻ ചെയ്താൽ ഈ ഒരു PDF അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാനത് പിൻ ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്ക് മുഖാന്തരം ജോയിൻ ചെയ്താലും മതിയാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ലിസ്റ്റിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.